നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ലഘു കടിയാണ്. അതായത് ചായക്കൊക്കെ രാവിലെ വൈകുന്നേരമൊക്കെ കൂട്ടാൻ പറ്റിയൊരു ലഘു കടിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം അതിന് വേണ്ടത് റവയാണ്. ഒരു കപ്പ് റവയാണ് ഇതിനകത്ത് ഇട്ടിട്ട്, ഒരു കപ്പ് റവ ഇട്ടിട്ടുണ്ട്. അപ്പം ഒരു കപ്പ് റവയ്ക്ക് അതിനനുയോജ്യമായ കറക്റ്റ് ഒരു കപ്പ് തന്നെ തൈര് ആഡ് ചെയ്യാം. ഒരു കപ്പ് തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. രണ്ട് റവയും അതും മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കാം. തൈരും റവയും നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് രണ്ടും മിക്സ് ആയിരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓവർ കട്ടിയും പാടില്ല, ഓവർ ലൂസും പാടില്ല. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കപ്പ് വെള്ളത്തിൻ്റെ അടുത്ത് ആഡ് ചെയ്തിട്ട് അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലക്കൂട്ടൊന്ന് തയ്യാറാക്കാം. അത് ഞാൻ പാൻ വെച്ചു കത്തിച്ച് പാനൊന്ന് ചൂടായി വരുമ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്തെടുക്കാം. കടുക് നന്നായി പൊട്ടി വരണം. കടുക് നന്നായി പൊട്ടി വന്നപ്പോഴേക്ക് നമുക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്തെടുക്കാം. ചെറിയ ജീരകമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ചെറിയ ജീരകം ആഡ് ചെയ്യാം. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളിയുണ്ട്. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ ഒരു വലിയ ഒരു ഉള്ളിയാണ് ഞാനെടുത്തത്. ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ഇതിനകത്ത് ആഡ് ചെയ്ത് നന്നായിട്ട് ഇറക്കി കൊടുക്കുക. നമുക്ക് അതിലേക്ക് ഉള്ളി ഒന്ന് ഇതാവാനായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് നന്നായിട്ട് വയന്ന് വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കുറച്ച് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഇഞ്ചി ഗാർലിക് പേസ്റ്റാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാകുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ റെഡിമെയ്ഡാണ് യൂസ് ചെയ്തത്. ഇഞ്ചി ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്യുന്നത്. പച്ചമുളക് മസാല ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ഇടുക. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇട്ടത്. സാധാ മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിത് നന്നായിട്ട്
നേരത്തെ അതൊന്ന് ചൂടാറാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ, അതായത് റവയും തൈരും മിക്സ് ചെയ്ത് വെച്ച് ഒന്ന് നോക്കാം. നമുക്ക് കുറച്ച് 10 മിനിറ്റ് ആയി, 10 മിനിറ്റ് വെക്കാൻ പാടുള്ളൂ. 10 മിനിറ്റ് വെച്ചതാണ്. പക്ഷേ കുറച്ച് കട്ടി കൂടുതലായിട്ടുണ്ട്. ഉണ്ടാവും, റവയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. കട്ട് ചെയ്യാനോട് കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇറക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല സ്പഞ്ച് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇനി നമുക്കിതൊന്ന് അതേപോലെ നല്ല ചൂടാറിയിട്ടുണ്ട്. നമ്മളൊരു ഗ്ലാസിൻ്റെ അളവിൽ ഇതാണ് ഇതേപോലെ ഉരുട്ടി വെക്കണം. ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് കുറച്ച് ഇതിൻ്റെ ഈ സൈഡിലൊക്കെ കുറച്ച് നെയ്യ് തേച്ചെടുക്കുക. അതെന്താ വെച്ചാൽ വിട്ടുപോരാനാണ്. ഇതെല്ലാവർക്കും നല്ലപോലെ നെയ്യോ വെളിച്ചെണ്ണ എന്ത് വേണം തേക്കാം. ഞാനിപ്പോൾ നെയ്യാണ് തേക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ റവയും തൈരും ചേർത്ത് വെച്ച മിശ്രിതം ഇതിൻ്റെ അതിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു പകുതി വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ അതിൻ്റെ മേലെ ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് അത് ആവിയിൽ ഇട്ട് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. വന്നിട്ട് വേണം തട്ട് വെക്കാൻ. ഇത് വെക്കാൻ നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ തട്ടി വെക്കാൻ പാടുള്ളൂ. ആവി വരാൻ തുടങ്ങിയിട്ട് നമുക്ക് തട്ട് വെച്ച് വെക്കാം. തട്ടിനുള്ളിൽ കൂടെ ആവി വരണം. അപ്പോൾ നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് വെക്കാം. ഇതൊന്ന് മൂടി വെക്കാം. ഒരു 15 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. റെഡി ആകുമ്പോഴത്തേക്ക് നമുക്കതിന് വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, കുറച്ച് വെളിച്ചെണ്ണ മതി, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഉപ്പും, ചിക്കൻ കരിയിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഒന്ന് തണുക്കുന്ന വരെ നമുക്ക്. അപ്പോൾ നമ്മളിതായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് എല്ലാ സ്ഥലത്തും ഇതാക്കി വെക്കാം. നല്ല ചൂട് ആറിയതിന് ശേഷം എടുക്കാൻ പാടുള്ളൂ. ചൂടാറി വരുന്നുള്ളൂ. ഞാൻ സൈഡൊക്കെ ഒന്ന് ഇതാക്കി വെച്ചാണ് സൈഡൊക്കെ. നമ്മളതൊന്ന് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്.
നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് കളർ ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്